ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഒന്നാം ക്ലാസ്സിലെ ഉത്കൃതനം ഒന്നാം ദിവസത്തെ അഥവാ ഇന്ന് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അവയുടെ ആൻസേഴ്സുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഹായ് കളിവണ്ടി എന്ന പ്രവർത്തനമാണ്. കാറിന് ചക്രങ്ങൾ വരച്ചു ചേർത്ത് നിറം നൽകി ഭംഗിയാക്കൂ. താഴെ നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു കാറിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത്. ഇത് നല്ല ഭംഗിയായിട്ട് നിറം കൊടുക്കാനാണ് കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. എന്തൊരു ചന്തം. ജംഗു ക്ലാസ്സിൽ കണ്ട കാഴ്ചകൾ വായിച്ചു നോക്കൂ, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതൂ, ചിത്രം വരക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ജംഗു ക്ലാസ്സിൽ കണ്ട കാഴ്ചകൾ എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. പല നിറത്തിലുള്ള വാഹനങ്ങൾ, കൺമണിയുടെ കയ്യിലതാ കുഞ്ഞുകാർ, ഭംഗിയുള്ള മഞ്ഞക്കാർ, ഡയാനയുടെ ബസ്സിന് നീല നിറം, ചിഞ്ചുവിൻ്റെ കയ്യിലെ വിമാനത്തിന് ഓറഞ്ച് നിറം. ജംഗുവിന് കൗതുകമായി, അവൻ തുള്ളിച്ചാടി. കൺമണി ഇത് കണ്ടു, അവൾ ഓടിച്ചെന്നു ജംഗുവിനെ കെട്ടിപ്പിടിച്ചു. ഇതാണ് ജംഗു കണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് ചോദ്യങ്ങൾ എന്ന് നോക്കാം. ഡയാനയുടെ ബസ്സിൻ്റെ നിറം എന്താണ്? ഡയാനയുടെ ബസ്സിന് നീല നിറമാണ്. അപ്പോൾ അവിടെ നീല എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. ഇനി വാഹനങ്ങൾ കണ്ടപ്പോൾ ജംഗു എന്തു ചെയ്തു? ജംഗു തുള്ളിച്ചാടി. അപ്പോൾ അവിടെ തുള്ളിച്ചാടി എന്ന് എഴുതണം. ഇനി ജംഗുവിനെ കെട്ടിപ്പിടിച്ചത് ആരാണ്? അവൾ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. ആരാണ് അവള്? കൺമണി. അപ്പോൾ അവിടെ കൺമണി എന്നാണ് കൂട്ടുകാർ എഴുതേണ്ടത്. 4, ഓറഞ്ച് നിറത്തിലുള്ള വിമാനം ആരുടെ കയ്യിലാണുള്ളത്? ആരുടെ കയ്യിലാ? ചിഞ്ചുവിൻ്റെ കയ്യിലാണല്ലേ. അപ്പോൾ അവിടെ ചിഞ്ചു എന്ന് എഴുതി കൊടുക്കണം. ഇനി ചിഞ്ചുവിൻ്റെ കയ്യിലുള്ള വാഹനത്തിൻ്റെ ചിത്രം വരക്കൂ. ഏത് വാഹനമാണത്? വിമാനമാണ്. അപ്പോൾ അവിടെ കൂട്ടുകാർ വരയ്ക്കേണ്ടത് വിമാനത്തിൻ്റെ ചിത്രമാണ്. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി എന്ന് പറയുന്നത് വണ്ടികളാണ്. വാഹനങ്ങളുടെ പ്രത്യേകതകൾക്കനുസരിച്ച് തരംതിരിക്കും. ഒരുപാട് വാഹനങ്ങളുണ്ടല്ലോ ഇവിടെ, അതിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ തരംതിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 3 എണ്ണമായിട്ട് എഴുതാം. 1, കരയിലെ വാഹനങ്ങൾ ഏതൊക്കെയാണ്? സൈക്കിള്, ട്രക്ക്, ബസ്, ജീപ്പ്. ഇനി വെള്ളത്തിലെ വാഹനങ്ങളാണെങ്കിലോ? വഞ്ചി, കപ്പൽ. ആകാശത്തിലെ വാഹനങ്ങൾ വിമാനം, ഹെലികോപ്റ്റർ. ഇങ്ങനെ നമുക്ക് എഴുതി കൊടുക്കാം. ഓക്കെ, ഒന്നുകൂടെ പറയാം. കരയിലെ വാഹനങ്ങൾ സൈക്കിള്, ട്രക്ക്, ബസ്, ജീപ്പ്. വെള്ളത്തിലെ വാഹനങ്ങൾ വഞ്ചി, കപ്പൽ. ആകാശത്തിലെ വാഹനങ്ങൾ വിമാനം, ഹെലികോപ്റ്റർ. ഇനി പ്രവർത്തനം 3 എത്ര വാഹനങ്ങൾ. ഇവിടെ ഒരുപാട് വാഹനങ്ങളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചോദ്യം എന്ന് പറയുന്നത് എണ്ണി എഴുതാം. ആകെ വിമാനങ്ങൾ എത്രയുണ്ട്? വിമാനങ്ങൾ എണ്ണി നോക്കൂ. 1, 2, 3, 4, 5, 6, 7. 7 എണ്ണം. അപ്പോൾ അവിടെ 7 എന്ന് എഴുതി കൊടുക്കണം. ആകെ കാറുകൾ. അപ്പോൾ ഇവിടെ കാറുകൾ എണ്ണി നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 എണ്ണം ഉണ്ട്. അപ്പോൾ അവിടെ 13 എന്ന് എഴുതി കൊടുക്കണം. ആകെ ഓട്ടോറിക്ഷകൾ എണ്ണി നോക്കുക. ഓട്ടോറിക്ഷകൾ എണ്ണി നോക്കുമ്പോൾ 11 എന്ന് ഉത്തരം കിട്ടും. 11. ഇനി ഏറ്റവും കൂടുതലുള്ള വാഹനം ഏതാണ്? ഇവിടെ 13 എണ്ണമാണല്ലോ, അഥവാ കാറുകളാണ്. അപ്പോൾ ഇവിടെ കാറ് എന്ന് എഴുതി കൊടുക്കുക. ഇനി വാഹനങ്ങളുടെ എണ്ണം ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതണം. ഇവിടെ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് 7 ആണ്. 7, പിന്നെ 11, പിന്നെ 13, അങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി അടുത്തൊരു പ്രവർത്തനം 5ാമത്തെ പ്രവർത്തനമാണ്. അമ്പമ്പോ എന്തെല്ലാം. ജംഗുവും കൂട്ടുകാരും കണ്ട ചന്തയെക്കുറിച്ച് എഴുതൂ. ഇതാണ് ജംഗുവും കൂട്ടുകാരും കണ്ട ചന്ത എന്ന് പറയുന്നത്. ഒരുപാട് കാഴ്ചകൾ ഇവിടെ നമുക്ക് കാണാനുണ്ട്. അതെല്ലാം കൂട്ടുകാരൊന്ന് സെൻറ്റൻസ് ആക്കി എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എഴുതാം. ലോറിയിൽ നിന്ന് വാഴക്കുലകൾ ഇറക്കുന്നു. കുറേ ആളുകളും സാധനങ്ങൾ വിൽക്കാനും മേടിക്കാനും നിൽക്കുന്നുണ്ട്. എത്ര ആളുകളാണ് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ തന്നെ മീൻ വിൽക്കുന്നുണ്ട്. ഒരുപാട് കടകൾ കാണുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ എഴുതുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിരുന്നു. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.